ആ ചേട്ടാ, 2 മുഴം പൂക്കളെടുത്തോട്ടോ. നിനക്ക് വേണ്ടല്ലോ തനു, അല്ലെങ്കിൽ പൂവൊക്കെ ചൂടുന്നാണല്ലോ. ഇന്ന് എന്ത് പറ്റി, ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ? അത് ഞാൻ മുത്തശ്ശൻ രാവിലെ പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുമായിരുന്നു. എൻ്റെ പൊന്നെ തനു, നീ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മുത്തശ്ശൻ്റെ പെരുമാറ്റം എനിക്കത്ര താല്പര്യമൊന്നുമില്ല. അയാളുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അല്ലാതെ മകളുടെ ഇഷ്ടം എന്താണെന്നോ കൊച്ചുമോൻ്റെ ഇഷ്ടം എന്താണെന്നോ അതൊന്നും അയാൾക്ക് അറിയണ്ട. നീ ഇങ്ങനെ നോക്കണ്ട, ഞാൻ ഉള്ള കാര്യം തന്നെ പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് സൂര്യേട്ടനും നീയും തമ്മിലുള്ള കല്യാണം നടന്ന കാര്യം അയാളെ അറിയിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ആ വന്ന കയറിയ പെണ്ണിൻ്റെ പ്രകടനം, അവളുടെ അച്ഛൻ്റെ പ്രകടനം, അതും കൂടെ സഹിക്കാൻ പറ്റുന്നില്ല. അത് പറഞ്ഞപ്പോഴാമോ എന്തുകൊണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം അവൾ ആരോടും പറയാത്തതെന്ന് എനിക്ക് സംശയം. അത് കാര്യം ഞാനും ഓർത്തതനോ. അല്ലെങ്കിൽ പിന്നെ അവളുടെ വരവിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. കല്യാണം മാത്രമല്ല, അത് അവർക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മറച്ചു വെച്ചേക്കുന്നത്. ഇതെന്താ മക്കൾ ഇവിടെ നിൽക്കുവാണോ? രണ്ടുപേരും കാര്യമായിട്ടുള്ള എന്തോ ആലോചനയിലാണെന്ന് തോന്നല്ലോ. എന്തടിയാമോ ഈ കുഞ്ഞു തലയ്ക്കകത്ത് ഇങ്ങനെ ഇട്ട് പുകയ്ക്കുന്ന? അതൊന്നുമില്ല അച്ഛാ. ചേട്ടാ, പൂവിൻ്റെ കാശ് അച്ഛൻ തരുവേ. ആ, നീ അമ്മയുടെ മോള് തന്നെ. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതെന്നെ തനിമോള് വാങ്ങിച്ചില്ലേ? ചേട്ടാ, ഒരു മുഴം തനുവിനും കൂടെ കൊടുത്തേരെ. എന്നാ പൈസ. എടോ, താനിവിടെ പിള്ളേരോട് സംസാരിച്ചിട്ട് നിൽക്കുവാണോ? ഇങ്ങോട്ട് വന്നേ. നാളത്തെ പരിപാടിയുടെ കുറച്ച് പൈസ ഏൽപ്പിക്കാനുണ്ട്. താനൊന്ന് വന്നേ. നിങ്ങളെയാണെങ്കിൽ അപ്പൂൻ്റെ അടുത്ത് ചെല്ല് കേട്ടോ മോളെ. രണ്ടാളും ചെല്ല്. തനു, നീയും ചെല്ല്. അപ്പു, ആ അന്നദാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? സൂര്യ, നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സമയമാകുമ്പോൾ എല്ലാം ഓക്കെ ആകും. പിന്നെ ഞാൻ ആൾക്കാരെ ഏർപ്പാട് ഇറക്കിയിട്ടുണ്ട്. ഇവരിതെവിടെ പോയി? കാണുന്നില്ലല്ലോ. നീ നടക്ക, അങ്ങോട്ട് പോയി നോക്കാം. എടാ, ആ വലത്തുവശത്ത് നിൽക്കുന്നവന് ഒന്നും നോക്കണ്ട. അവൻ്റെ കാര്യം അങ്ങ് തീർത്ത് വിട്ടേരെ. അപ്പു കേട്ടോ? മോനെ മോനെ, എടാ നിന്നെ കൊല്ലാൻ വിട്ടപ്പം കൂടെ സൂര്യ ഉള്ളത് നിന്നോട് അവന്മാർ പറഞ്ഞില്ലേ? അങ്ങനെ ഒരു കൈ നോക്കിയേക്കാം. സൂര്യ, എന്തായാലും അവരെ വിട്ടേരെ. ഇനി ഒരു പ്രശ്നം ഉണ്ടാകണ്ട പ്ലീസ്. ഇത് നമ്മൾ തേടി പോയതല്ലല്ലോ, ഇങ്ങോട്ട് തേടി വന്നതല്ലേ. എങ്കിൽ പിന്നെ ഇന്ന് പിടിച്ചു. അച്ഛാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ സൂര്യക്കൊന്നും പറ്റിയില്ലല്ലോ. എല്ലാവരും ഈ കുടുംബത്തിൽ സേഫാ. പിന്നെ എന്തിനാ? നിനക്കിത് ചെറിയ പ്രശ്നമായിരിക്കും, പക്ഷേ എനിക്കിത് അങ്ങനെയല്ല. ഞാനാ അവനെ വളർത്തിയത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്? എൻ്റെ വാക്കിനെതിരെ പുല്ല് വില അനുഭവിക്കുന്ന എല്ലാവരും കൂടെ. ലക്ഷ്മി ഇതിനെല്ലാത്തിനും കാരണം. നീയും നിന്റെ മക്കളും കൂട്ടിക്കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. അച്ഛാ, കേട്ട് നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. ലക്ഷ്മി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അതെൻ്റെ തീരുമാനമാണ്. നീ ഇവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അത് നടക്കില്ല. നിനക്കിപ്പോൾ തീരുമാനിക്കാം, എൻ്റെ മോള് വേണോ അത് ലക്ഷ്മി വേണോന്ന്. അതെങ്ങനെയാ? ഇവിടെ കിടക്കുമല്ലേ എല്ലാം. ഏട്ടാ വേണ്ട. ഇത്ര നാളും പിരിഞ്ഞു കഴിഞ്ഞ ഏട്ടത്തിയുടെ കൂടെ ഇപ്പോഴാണ് ഏട്ടൻ ഒന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്ന. എൻ്റെയും എൻ്റെ മക്കളും കാരണം അത് നഷ്ടപ്പെടേണ്ട. ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം. ലക്ഷ്മി, നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ആഹാ, ഇത് വലിയ ചർച്ചയാണല്ലോ. എല്ലാവരും ഉണ്ടല്ലോ. അതെ, ആരിവിടെ എങ്ങോട്ട് പോകുന്ന കാര്യമാ എല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നത്? ഞാൻ കേട്ടു. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ മാറി താമസിക്കാം, ഓക്കെ. പക്ഷേ എൻ്റെ ഭാര്യനെ ഇവിടെ നിർത്തണം. നീ ഇപ്പം എന്താടാ പറഞ്ഞത്? നിന്റെ ഭാര്യയോ? അതിനിവിടെ ആരാ നിന്റെ ഭാര്യയായിട്ടുള്ളത്? അതെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് മുത്തച്ഛന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ്, അവളിവിടെ വേണം. നീ എന്താടി നോക്കി നിൽക്കുന്നത്? എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരെന്ന് നീ പറയും. സൂര്യേട്ടാ, അത് പിന്നെ ഇവിടുത്തെ പ്രശ്നം വലുതാക്കണ്ട. ഞാൻ അവരുടെ കൂടെ പൊക്കോളാം, പ്ലീസ്. ഓഹോ, അപ്പം നിന്റെ തീരുമാനം ഇത് തന്നെയാ അല്ലേ?
എന്തായാലും എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ താലി കെട്ടിയ പെണ്ണ് എൻ്റെ കൂടെ കിടന്നാൽ മതി. നീ എന്താടാ പറഞ്ഞത്? നീ ഈ നിൽക്കുന്ന പെണ്ണിനെയാണ് താലി കിട്ടിയത്? തന്മീനെയോ? നിന്റെ അമ്മയാണെങ്കിൽ ഒരു തെറ്റ് ചെയ്തു. നിന്നെ ഇങ്ങോട്ട് അയച്ചപ്പോൾ ഞാൻ കരുതില്ല നീയോ ആ പാത തന്നെ പിന്തുടരാൻ പോകുന്നതെന്ന്. മുത്തശ്ശൻ എൻ്റെ ഭാര്യനെ പറ്റി മോശമായിട്ട് പറയരുത്. ഇന്നലെ വന്ന ഈ പെണ്ണ് വന്നപ്പോൾ നീ ഇപ്പം എന്നെ തള്ളി പറയാൻ തുടങ്ങിയോ? ഞാനാണെങ്കിൽ 2-3 ദിവസത്തിന് നിന്നെ ഇങ്ങോട്ട് അയച്ചപ്പോൾ ഇങ്ങനെ വരുമെന്ന് ഓർത്തില്ല. എന്ത് മായ ഇവിളി കാണിച്ചു വെക്കുന്നത്. നിനക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതല്ലേടാ ഞാൻ തന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് നിനക്ക് ഇവിടെയുള്ളവരോട് കടപ്പാടോ? ഒന്ന് നിർത്തുന്നുണ്ടോ? കുറേ നാളായി സഹിക്കുന്നത്. ബെസ്റ്റ് പോലും. സത്യത്തിൽ ഞാൻ എന്താ ആഗ്രഹിച്ചതെന്ന് മുത്തശ്ശൻ അറിയില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള ജീവിതം ആഗ്രഹിച്ചത്. അത് കഴിഞ്ഞ് എനിക്കൊരു ബെസ്റ്റും വേണ്ടായിരുന്നു. എൻ്റെ മനസ്സിലാക്കാൻ പോലും ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല. സ്വന്തം അമ്മ പോലും. ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ജീവിത പങ്കാളിനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അവളെയും കൂടെ എനിക്ക് നഷ്ടപ്പെടുത്താൻ മേല. തനു എങ്ങോട്ടും വരുന്നില്ല. അവൾ എൻ്റെ കൂടെ തന്നെ ജീവിക്കും, എൻ്റെ ഭാര്യയായി. ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. ഈ കാര്യത്തിൽ മുത്തശ്ശൻ ഇടപെടേണ്ട, അത്ര തന്നെ. എടാ സൂര്യ, നിൽക്ക്. നീ പിണങ്ങി പോകാതെ. അവൻ പോയി. തൻവി, നീ അവൻ്റെ അടുത്തേക്ക് ചെല്ലേ. അവൻ പറഞ്ഞത് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെ ആച്ചാ. അവൻ്റെ തീരുമാനം തന്നെ എനിക്കുള്ളത്. ഞാനും ഇത്ര നാളും വലിയ തെറ്റ് ചെയ്തു. എൻ്റെ മകൻ്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷെ ഇനി ആ തെറ്റ് ആവർത്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവനും തൻവിയും ഇവിടെ തന്നെ ജീവിക്കും സന്തോഷത്തോടെ. അച്ഛനതിനെ എതിര് നിൽക്കില്ല. ഇത്രയും ഞാൻ അറിയാതല്ലേ നടന്നത്. ഇനി അങ്ങോട്ടും അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ നീ ഇതിനനുഭവിക്കും. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോവുക. നീ ഇപ്പം എന്തിനാ റൂമിൽ വന്നത്? നിനക്ക് അവരുടെ കൂടെ പോകണമെന്നല്ലേ പറഞ്ഞത്? പോകുന്നില്ലേ? ഇല്ല, ഞാൻ ഭാര്യയല്ലേ, എവിടെ പോകാനാ? എന്താ നീ ഇപ്പം പറഞ്ഞത്? അപ്പം നിനക്ക് അതൊക്കെ അറിയാം, എന്നിട്ടാണ് നീ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ മുത്തശ്ശന് എന്നെ അത്ര ഇഷ്ടമില്ലല്ലോ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാൻ. അപ്പം ഞാൻ മാത്രം നിന്നെ ഇഷ്ടപ്പെട്ടാൽ മതി കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ ഭാര്യയെ? ആ, These my dance make it hurt. എന്നാടി ചിരിക്കുന്നത്? ഞാനൊന്ന് ഉമ്മ വെച്ചപ്പം നിനക്ക് നാണോ? അതല്ല, ടി വിയിലൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ളതിനെ പറ്റി ഓർത്തതാ. ഇത് കഴിഞ്ഞിട്ടോ? അതെന്താണാവോ? നീ ഞാൻ വിചാരിച്ച ആളല്ലല്ലോ. സകല കളരുതായ്മയും നിനക്കറിയാം. പാവത്തിനെപ്പോഴും നടക്കുക. ഡോക്ടറിനൊന്നും അറിയാത്ത എൻ്റെ കുഴപ്പം കൊണ്ടാണോ? വല്ല മാങ്ങയും തിന്നണം. ഓഹോ, ഒരു ഡോക്ടറായ എനിക്കൊന്നും അറിയത്തില്ലെന്നല്ലേ? ഇങ്ങനെ പോയാൽ അധികം വൈകാതെ പൊന്നുമോള് പച്ചമാങ്ങ തിന്നണ്ട വരും. അതൊക്കെ ഇയാളെ കൊണ്ട് സാധിക്കുമോ? അയ്യടാ എൻ്റെ തനുവാ, നീ ഇപ്പം പഠിക്കുന്ന കാര്യം മാത്രം ഈ കുഞ്ഞു തലയ്ക്ക് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അത് കൂടുതലൊന്നും നീ ഇപ്പോൾ ഓർക്കാൻ സമയമായിട്ടില്ല മോളെ. ആ സൂര്യൻ്റെ പ്ലാനിങ് മൊത്തം തിരിച്ച്. ഇനി അച്ഛനോട് എന്നെ പറയും. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പൂൻ്റെ മരണം കാരണം ഇന്ന് ആ വീട്ടിലൊരു കണ്ണീർ പുഴയാകുമെന്നാണ് ഞാൻ ഓർത്തത്. ഇങ്ങനെയൊക്കെ ആകുമെന്ന് അറിഞ്ഞില്ല. ഇനി ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. അതിന് നിന്റെ സഹകരണം വേണം. എൻ്റെ പരമായ സംശയം ശരിയാണെങ്കിൽ തൻവീനെ അവൻ തൊട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു വഴി നിനക്ക് പറഞ്ഞു തരാം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവളും സന്തോഷത്തോടെ ജീവിക്കല്. എനിക്ക് അവരുടെ സ്വത്തുക്കൾ വേണം. ഇന്ന് ഏട്ടാ ചോദിച്ച ടാബ്ലറ്റ്സ് ഇതിനകത്തുണ്ട്. ആ, നീ എത്തിയോ? ആ ഗുളിക അവളുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇത് നീയാണെങ്കിൽ നാളെ പായസ വിതരണമുണ്ട് വൈകിട്ട്. അപ്പം എല്ലാവരും ക്ഷേത്രത്തിൽ തന്നെ ആയിരിക്കും. നീ ഇത് അവൻ്റെ പായസത്തിൽ പൊടിച്ചിട്ട് കൊടുത്ത് അവനെ കുടിപ്പിക്കണം. ബാക്കിയെല്ലാം നിൻ്റെ കയ്യിലാണ്. ഇത് അവൻ്റെ ഉള്ളിൽ ചെന്ന് അവനൊരു സ്ത്രീയുടെ
സുഖം അവൻ ആഗ്രഹിക്കും. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാലോ. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. പകരം അവളും അവനെ ഒരുമിച്ച് ജീവിക്കാതിരുന്നാൽ മതി. ബാക്കി കാര്യം ഞാനേറ്റു. തന്വി, നിനക്ക് അവനെ ഞാൻ തരത്തില്ല. പ്ലാൻ കൃത്യമായിട്ട് നടത്താൻ ഇവൻ നിന്നെ സഹായിക്കും. ശരിച്ചില്ല? തൻവി, എന്തോ എന്ത് സൂര്യേട്ട ഇന്ന് ഗൗരവത്തിലൊരു തൻവി വിളിയൊക്കെ. എവിടെ പോവുക ഇപ്പം? ഒന്നുമില്ല. നിന്നെ അവിടെയൊക്കെ ഞാൻ അന്വേഷിച്ചപ്പം കണ്ടില്ല. പിന്നെ ആണെങ്കിൽ അമ്മയാണ് പറഞ്ഞത് നീയാണ് മോന് പകരം ഇന്ന് വിളക്ക് കത്തിക്കാൻ പോകുന്നതെന്ന് രാവിലെ. എങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് പോരാന്ന് കരുതി. പിന്നെ ഞാനാണെങ്കിലും മറ്റേ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിന് ഇറങ്ങുക. അന്നേരം പിന്നെ ഞാൻ വരാൻ ലേറ്റാവും. പിന്നെ ഞാൻ വീട്ടിലേക്ക് വരത്തില്ല, നേരെയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇന്നലെ നമ്മുടെ അവിടുത്തെ പായസ വിതരണം. നീ അമ്പലത്തിൽ വരുന്നില്ലെന്ന് അമ്മ പറഞ്ഞു. എന്തായാലും ഇവിടെ വരുമ്പോൾ എല്ലാവരും നീ ഒറ്റയ്ക്കല്ലേ, കഥയൊക്കെ അടച്ചിരുന്നോളം. ഞാൻ നിനക്ക് പായസമായിട്ട് വരാം കേട്ടോ. അമ്മുവും അപ്പുവാണെങ്കിൽ അമ്മുവിൻ്റെ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു. ഓക്കെ കേട്ടോ? ശരിയേ, ഞാൻ കുഞ്ഞു കുട്ടികളല്ലോ, ഞാനിവിടെ ഇരുന്നോളാം. എന്തായാലും പോയിട്ട് വാ. പോയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. ശരിയെന്നെങ്കിൽ. അപ്പോൾ ഇവിടെ വരെയൊക്കെ എത്തിയായിരുന്നു കാര്യങ്ങൾ. ഇത് ഞാൻ നേരത്തെ അറിയാണ്ട് പോയല്ലോ. ഇല്ല തൻവി, നീയാണെങ്കിൽ എൻ്റെ കൊച്ചുമകൻ്റെ അത്രയും നല്ല ഒരാളെ അർഹിക്കുന്നില്ല. ഞാൻ സമ്മതിക്കത്തില്ല ഇതിന്. അപ്പോൾ ഞാനാണെങ്കിൽ അവനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുന്നു. ഏതോ ക്ലയൻറ്റിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവന് എത്തിയില്ലേ. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയോ എന്നാ ചെയ്യും? അനന്തിച്ച ഇവിടുത്തെ കാര്യങ്ങളോടത്ത് വിഷമിക്കേണ്ട. ആ കാര്യങ്ങളൊക്കെ ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവനെന്നെ വിളിച്ചായിരുന്നു. എടാ മോനെ, നീ ഏട്ടത്തിനെ കണ്ടോ? അമ്മേ, ക്ഷേത്രക്കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന കണ്ടു. പിന്നെ അവനിപ്പോൾ ഡ്രൈവ് ചെയ്യുമായിരിക്കും. അതായിരിക്കും കോൾ അറ്റൻഡ് ചെയ്യാത്ത കേട്ടോ. ഓ ആണോ? എങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതെ അനന്തച്ചൻ അതോർത്ത് വിഷമിക്കേണ്ട. അവൻ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ സാറിന് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? എൻ്റെ കുട്ടികളെ അങ്ങനെ അപ്പനോട് ചെയ്യുന്ന ഞാൻ ഒരിക്കൽ പോലും ഓർത്തില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. ആൻറ്റിയുടെ ആ വീട്ടിലെ അവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ വിട്ടേ ആൻറ്റി, അതൊക്കെ ഞങ്ങൾ മറന്നു കഴിഞ്ഞു. തനുവിനെ വല്ലാതെ കൊതിപ്പിച്ചടാ. ഇന്ന് അവനെ മറ്റവൾ പൂട്ടുമെങ്കിൽ എൻ്റെ തനു ഒറ്റയ്ക്കല്ലേ. ഞാൻ അവൾക്ക് പൂട്ടി പോയാലൊന്ന് ആലോചിക്കുക. തനുവിനെ കൊതിക്കാത്തവരായിട്ട് ആരടാ ഉള്ളത്? എന്തായാലും ഇന്ന് വേണ്ട, പയ്യെ വേട്ടയാടി സ്വന്തമാക്കാം. അതല്ലേ ആ സൂര്യയോടുള്ള എൻ്റെ പ്രതികാരമാണ്. എൻ്റെ കിടപ്പറയിൽ അവളുടെ ഭാര്യ. എന്താണ് സൂര്യ നീ താമസിച്ചത്? അവിടെ എല്ലാവരും തിരക്കുന്നു. അനന്തച്ചനാണെങ്കിൽ നിന്നെ നോക്കി നിൽക്കുവപ്പാ. വഴുന്ന വഴിയാണെങ്കിൽ ബ്ലോക്ക് ആയിരുന്നതാ. അപ്പങ്ങളും പാടും മറ്റൊക്കെ ചുട്ടമ്മായി അമ്മായി ചുട്ടത് മണിമോനിക്കായി. റെഡിയായി. ഒറ്റയ്ക്കിരുന്ന് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ദൈവമേ, ഇന്നത്തെ ദിവസം ഞാനിവിടെ കോഴിക്കറി ഉണ്ടാക്കിയെന്ന് ആരും അറിയില്ലേ. കാലെവിടെ പോയി? കൈപ്പുള്ളി. സ്വാദ. ഇന്ന് ഈ പായസത്തിൽ അത് കലക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ. നീ ഇത് അവനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് ആ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി. താൻ പേടിക്കണ്ട, ഞാൻ എല്ലാം അതുപോലെ തന്നെ ചെയ്തോളാം. ഇന്നുകൊണ്ട് ഈ കാര്യത്തിലൊരു തീരുമാനമാക്കണം. ഈശ്വര, ബെല്ലടിക്കുന്ന സമയമല്ലേ? പുല്ല് ആരാണോ ദൈവമേ ചിക്കൻ എങ്ങനെ കണ്ട പറമ്പിക്കൊണ്ട് എറിയും ഞാൻ ഉണ്ടാക്കിയിട്ട്. ആരാണോ? എന്തു പറ്റി സൂര്യയുടെ നേരത്തെ പോകുന്നത്? എന്ത് മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും മേലായ്മയുണ്ടോ? അതുകൊണ്ട് നേരത്തെ പോകുന്നതാണോ? അത് അവിടുത്തെ കാര്യങ്ങളൊക്കെയോ? തനു, എനിക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. നീ നിൻ്റെ റൂമിൽ പോക്കോ. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് അവിടെ ഇരുന്നോ. പുറത്ത് വരണ്ട. സൂര്യയുടെ സത്യത്തിൽ എന്താ പ്രശ്നം? ഞാൻ ഭാര്യയല്ലേ? സോറി തന്നെ, അവള് ആ പായസത്തിൽ എന്തോ എനിക്ക് കലക്കി തന്നേക്കോ. എൻ്റെ ദേഹത്തൊക്കെ വേദനിക്കുന്നു. നീ പോ തന്നു, ഞാനെങ്കിൽ നിന്നെ കൂടുതൽ വേദനിപ്പിക്കും.
ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ആ സമയത്ത് ഞാൻ ഇട്ടിട്ട് പോകൂല. ഞാനൊരിക്കലും നമുക്കിടയിൽ ഇങ്ങനെയൊരു ഒന്നിച്ചേരലല്ല ആഗ്രഹിച്ചത് തനു. ഏതൊരു സമയമാണെങ്കിലും എൻ്റെ സൂര്യേട്ടനല്ലേ എൻ്റെ കൂടെ ഉള്ളത്. അതെനിക്ക് മനോഹരവും സ്പെഷ്യലും തന്നെയാണ്. തനു, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പോവുക.